ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം, തേങ്ങയുടെ വിലക്കയറ്റം, അതുപോലെ തന്നെ പെട്രോൾ, എല്ലാത്തിനും വില കയറുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയുന്ന സാലറി 15 രൂപ 12 രൂപ എന്നൊക്കെയാണ്. ഇനി അതും പോരാഞ്ഞിട്ട് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഫ്രഷേഴ്സും കൂടെ ആണെന്നുണ്ടെങ്കിൽ അതും തരാൻ പറ്റത്തില്ല. 15,000 രൂപ എക്സ്പീരിയൻസ് വേണം. ആരെങ്കിലും ജോലി എന്നാലും എക്സ്പീരിയൻസ് ഉണ്ടാവത്തുള്ളൂ. അത് തരാൻ ആരും ഇല്ല. ശമ്പളമില്ല. 15 രൂപ പറയും. 15 രൂപ പറയും. അത് കഴിഞ്ഞിട്ട് ഇനി ഫ്രഷേഴ്സും കൂടെ ആണെന്നുണ്ടെങ്കിൽ അത് 12 എത്തും. പിന്നെ ഈ പറഞ്ഞ പച്ചക്കറിയൊക്കെ വാങ്ങണമെങ്കിൽ പിന്നെ വേറെ ലോൺ എടുക്കേണ്ടി വരും. ലോൺ അടയ്ക്കും, പിന്നെ തെണ്ടേണ്ടി വരും. ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ ഈ അത്യാവശ്യം ഒരു മാർക്കറ്റിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകളാണോ? തീർച്ചയായിട്ടും ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇതിന് മുമ്പ് പോയിക്കൊണ്ടിരുന്ന അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ, എത്ര നാളായി ഈ ഒരു വിലക്കയറ്റം നമ്മളെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയിട്ട്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓണത്തിന് കുറച്ച് 2-3 മാസം മുന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ തേങ്ങ, അതുപോലെ വെളിച്ചെണ്ണ, അത്തരത്തിലുള്ള എങ്ങനെയാ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ഒരു വില എങ്ങനെയാ? 400-500 മുകളിലാണ് വെളിച്ചെണ്ണയുടെ വില. തേങ്ങയ്ക്ക് അതുപോലെ തന്നെ നല്ല വിലക്കയറ്റമുണ്ട്. ഒരൊറ്റ തേങ്ങ കേരനിരകളാടും ഹരിതചാരു തീരെന്ന് പാടിക്കൊണ്ടിരുന്ന നമ്മുടെ കേരളങ്ങളുടെ സ്വന്തം നാടായ കേരളത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാടാൻ മാത്രമേ തേങ്ങയുള്ളൂ. പാടാൻ മാത്രം തേങ്ങ, കഴിക്കാനോ വാങ്ങാനോ തേങ്ങ ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ കർഷകർക്ക് അതിന്റെ നേട്ടം വല്ലതും ഉണ്ടാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കർഷകരുടെ നിന്ന് വാങ്ങുന്ന വിലയുടെ 10 ഇരട്ടി 20 ഇരട്ടിയൊക്കെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിൽ വരുമ്പോൾ അതിന്റെ വില. അപ്പൊ അതൊരിക്കലും അഫോർഡബിൾ ആക്കാൻ എല്ലാ ജനങ്ങൾക്കും പറ്റണമെന്നില്ല. പണം ഉള്ളവർക്ക് ജീവിക്കാം, ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നുള്ളതാണ്. അതാണ് ചോദ്യം. അപ്പൊ നമ്മുടെയൊക്കെ പറമ്പിൽ തെങ്ങും തേങ്ങയൊന്നും ഇല്ലേ? ഇപ്പൊ വന്നും പോയി ഇല്ലല്ലോ. നമുക്ക് ഒരു പറമ്പ് 2 സെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അപ്പോഴും വീട് വെക്കത്തില്ലേ? പിന്നെ ഇവിടെ തേങ്ങ വെക്കാൻ സ്ഥലം. പറമ്പ്